ബേസിൽ ജോസഫിൻ്റെ മരണമാസ സിനിമയുടെ അഡ്വാൻസ് ബുക്കിംഗ് ഉടനെ ആരംഭിക്കും. സിനിമയുടെ സെൻസറിങ്ങും കഴിഞ്ഞിട്ടുണ്ട്. US സർട്ടിഫിക്കറ്റാണ് സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. ഏപ്രിൽ 10-നാണ് മരണമാസ സിനിമയുടെ റിലീസ്. ദുൽഖറിൻ്റെ വേഫാർ ഫിലിംസിൻ്റെ സിനിമാറ്റിക് യൂണിവേഴ്സിൽ പെടുന്ന ആദ്യ ഇൻസ്റ്റാൾമെൻ്റായ സിനിമയിൽ നെസ്ലനും കല്യാണി പ്രിയദർശനുമാണ് പ്രധാന റോളുകളിലെത്തുന്നത്. അതുപോലെ ടൊവിനോ തോമസും ദുൽഖറും ഈ ഒരു സിനിമയിൽ ക്യാമിയോ റോൾ ചെയ്യുന്നുണ്ട്. ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി മ്യൂസിക് ഒരുക്കുന്നത് ജസ്പർ കെയ്തായിരിക്കുമെന്ന് ഇപ്പോൾ ഉറപ്പായിട്ടുണ്ട്. ഇന്ത്യയിൽ തുമ്പാട് എന്ന സിനിമയിലൊക്കെ ഇദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട്. ദിലീപിൻ്റെ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന സിനിമയുടെ റിലീസ് മാറ്റി വെച്ചിട്ടുണ്ട്. ഏപ്രിൽ 25-നായിരുന്നു സിനിമയുടെ റിലീസ് നേരത്തെ തീരുമാനിച്ചിരുന്നത്. ഇപ്പോൾ മെയ് 9-ലേക്കാണ് സിനിമയുടെ റിലീസ് മാറ്റി വെച്ചിരിക്കുന്നത്. ആസിഫ് അലിയെ നായകനാക്കി മാത്തുക്കുട്ടി സേവ്യർ സംവിധാനം ചെയ്ത ചിത്രത്തിൽ കുഞ്ചാക്കോ ബോബനും ഒരു പ്രധാന റോളിലെത്തുന്നു. ഒരു പീരിയോഡിക് ആക്ഷൻ ജോണറിൽ വരുന്ന സിനിമയുടെ നിർമ്മാണം ഏറ്റെടുത്തിരിക്കുന്നത് അരുൺ നാരായണനാണ്. വിമൽ ഗോപാലകൃഷ്ണനാണ് സിനിമയുടെ തിരക്കഥ എഴുതിയിരിക്കുന്നത്. ബസൂക്ക സിനിമയുടെ പ്രീ റിലീസ് ടീസർ നാളെ രാവിലെ 10 മണിക്ക് പുറത്തു വരും. സിനിമയുടെ സെൻസറിങ്ങും കഴിഞ്ഞിട്ടുണ്ട്. US സർട്ടിഫിക്കറ്റാണ് ബസൂക്ക സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. 2 മണിക്കൂറും 34 മിനിറ്റുമാണ് ബസൂക്ക സിനിമയുടെ ടോട്ടൽ ഡ്യൂറേഷൻ. ഏപ്രിൽ 10-നാണ് ബസൂക്ക സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. ആറ്റ്ലി അതുപോലെ അല്ലു അർജുൻ ഒന്നിക്കുന്ന സിനിമയുടെ ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് ഇപ്പോൾ വന്നിട്ടുണ്ട്. സൺ പിക്ചേഴ്സാണ് ഈ ഒരു സിനിമ നിർമ്മിക്കുന്നത്. അറ്റ്ലിയുടെ 6ാമത്തെ ചിത്രവും അല്ലു അർജുൻ്റെ 22ാമത്തെ ചിത്രവും കൂടിയാണ് ഈ ഒരു സിനിമ. ഈ ഒരു സിനിമയുടെ അനൗൺസ്മെൻറ്റ് വീഡിയോ കാണുമ്പോൾ അല്ലു അർജുനെ വെച്ച് ഒരു സയൻസ് ഫിക്ഷൻ സിനിമ തന്നെയാണ് അറ്റ്ലി ഒരുക്കാൻ പോകുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്തായാലും അല്ലു അർജുനെ വെച്ച് ഒരു പാൻ വേൾഡ് സംഭവം തന്നെയാണ് അറ്റ്ലി ഒരുക്കാൻ പോകുന്നത്. ത്രിവിക്രമിൻ്റെ പടത്തിലാണ് അല്ലു അർജുൻ ഇനി അടുത്തതായിട്ട് അഭിനയിക്കാൻ പോകുന്നത്. അല്ലു അർജുന് ആ ഒരു സിനിമയുടെ ഭാഗത്തു നിന്നും ഒരു ബർത്ത്ഡേ സ്പെഷ്യൽ പോസ്റ്ററും ഇന്ന് വന്നിട്ടുണ്ട്. കൂടുതൽ സിനിമകളുടെ അപ്ഡേറ്റുകളുമായി അടുത്തൊരു വീഡിയോയിൽ കാണാം.